ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുഡൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും ഇങ്ങോട്ട് താറി നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ലാഗ് അടിച്ച് നിന്നു. മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് കുറച്ച് ദിവസമായിട്ട് ഉത്സവ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ പുലർച്ചെ അങ്ങനെയൊക്കെ വരിക. പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരം വൈകും. അപ്പോൾ ഞാൻ വിചാരിച്ചു മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയം കൊണ്ട് ചോറ് ഞാൻ ഊറ്റി വെച്ചു. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരലും ക്ലീനിങ്ങും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ രാവിലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അടുത്ത ട്രിപ്പ് ആകുമ്പോഴേക്കും അടുത്തത് നോക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ വാഷ് ബേസ് നമുക്ക് തികയാണ്ട് വരും. അത്രയും പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു അടിപൊളിയായിട്ട് തോന്നും അടുക്കള. മറ്റേത് അവിടെ കുറേ ഇവിടെ കുറേ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ചടപ്പാണ്, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ച് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് വെച്ചിട്ട് തുടങ്ങുമ്പോൾ ഒരു സന്തോഷം. മറ്റേത് ഇനി അത് അത്ര അവിടെ കിടക്കുന്നുണ്ടല്ലോ, ഇത്ര അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടല്ലോ. അപ്പോൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ടാണ് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നത്. റേഷനരി, അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ അത് വെന്ത് കൊളായിട്ട് പോവും. അല്ലെങ്കിൽ മറ്റേതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറുവരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ വയ്ക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ റേഷനരിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. നമുക്കൊരു മാസത്തെ റേഷനരി കറക്റ്റ് ഒരു മാസം കുറച്ച് ദിവസം കൂടെ കിട്ടും കേട്ടോ. പിന്നെ ഇടിച്ചക്ക ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് ഞാനൊക്കെ ഒക്കെ വെട്ടി കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം പോകണ്ട വിചാരിച്ചിട്ട് കിട്ടുന്ന സമയത്ത് അതൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. ഒക്കെ ഒറ്റയടിക്ക് അപ്പാടെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ ആ കുക്കറിൽ തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ ഓരോന്ന് സ്റ്റെപ്പായിട്ട് നോക്കിയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെത്തലാട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്, വലിയതാ. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. കുഞ്ഞതാണെങ്കിൽ പിന്നെ ഇരുന്ന് മെനക്കിടണം. ഇത് കുറച്ച് വലുതാ, അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുഖം. ഇത് മുളക് ഇടുകയും ചെയ്യുക, കുറച്ച് വറുക്കുകയും ചെയ്യുക. നമുക്ക് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായി. ഷാജേട്ടൻ ഇന്ന് വൈകിട്ടേ പോകണ്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വണ്ടിയിലുള്ള പാത്രങ്ങൾ ഇറക്കിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. രാവിലത്തെ അംഗപ്പുറപ്പാട് ഇവിടുത്തെ പിള്ളേർ പോണതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നേരം നല്ലോണം വൈകി. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇപ്പോൾ ഷാജേട്ടൻ പോയി വാങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മീനും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് കിട്ടിയിട്ട് വേണമായിരുന്നു. അതുവരെ ഞാൻ പോസ്റ്റ് അയച്ചാൽ ബാക്കി പണിയുണ്ടായിരുന്നു, അലക്കിണ്ടായിരുന്നു, അത് വിരിച്ചിട്ടു. അങ്ങനെയുള്ള പണികളൊക്കെ അടിച്ചു വാരി. ഇനിയിപ്പോൾ വൈകിട്ട് തുടയ്ക്കാനേ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് പാത്രം ഇറക്കുമ്പോൾ അലമ്പാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയിട്ട് തീർക്കട്ടെ കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞാപ്പി മീനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാല്ലേ. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് വലുതായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞ വെത്തലൊക്കെ ആണെങ്കിൽ സീനാ, അതിന് വേണ്ടി കുറേ നേരം മെനക്കെട്ടിരിക്കണം. ഇത് പിന്നെ കുറച്ചേ ഉള്ളൂ. നോക്കുമ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടും വറുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇല്ല. വറുക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ 2 നേരം അടിപൊളിയായിട്ട് ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ മുരിങ്ങ എന്നെ ശരണം ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു നേരം ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും അതൊന്ന് താളിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ മുരിങ്ങ, ചീര, അതുപോലെ ചേമ്പൻ തണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 തരാണെങ്കിൽ വലിയ പാടാണ്. മറ്റേത് ഇനി ഈ കറി അവർ കൂട്ടില്ല, അപ്പം മറ്റേ കറി അവൻ കൂട്ടില്ല എന്നൊക്കെ ഉള്ള ടെൻഷനല്ലേ. ഇതാവുമ്പോൾ കണ്ണടച്ചിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ഇതാണെങ്കിൽ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇല. എന്താ അതിന് പറ്റിയാണാവോ, എനിക്ക് വലിയ സങ്കടം. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അതങ്ങനെ വാടുമ്പോൾ ഞാൻ താത്തോട് പറയും ഇത് വാടിയിട്ടുണ്ട് എന്താണാവോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയാറ്. അവരെടുക്കാറില്ല കേട്ടോ, നമ്മളോട് എടുത്തോളം പറയാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കണ പോലെ ഓടിപ്പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു പിടി നമുക്ക് പരിപ്പിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ പിടി മതി. ഇങ്ങനെ കൊഴിയനും ഉണ്ട്, ഇടയിൽ ഇങ്ങനെ മഞ്ഞയായിട്ടൊക്കെ ഉണ്ട്, വാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് നല്ലത് നോക്കിയിട്ട് ഒരൊറ്റ പിടി എടുക്കുകയാണ് കേട്ടോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കട്ടോ എന്നും മുരിങ്ങയിലയാണോ എന്ന്. പക്ഷെ നമുക്കിതിവിടെ കിട്ടാനുള്ളതുകൊണ്ടും ഇവിടെ ഇഷ്ടമായതുകൊണ്ടും നമ്മൾ അധികം ഇതന്നെയാണ് ഉണ്ടാക്കാറ്. അതെന്ന് വെച്ചിട്ട് സാമ്പാറും മോരുകറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഇതന്നെയാട്ടോ ഉണ്ടാക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ്, നമുക്കിവിടെ കിട്ടാനും ഉണ്ട്. കിട്ടാനില്ലാത്തപ്പോൾ ഇതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്തായിരുന്നു, പൂതിയായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ കറി വെക്കാനില്ല എന്നുള്ളതൊരു തോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ അടുത്തേക്കാം. മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഇടിച്ചക്ക വെന്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ട് ആ കുക്കർ കഴുകിയിട്ട് അതിനകത്തേക്ക് പരിപ്പിട്ട് വേവിക്കാൻ വിചാരിച്ചു. മുരിങ്ങയുടെ ഇല ഉണ്ടാക്കി വരുമ്പോഴേക്കും പരിപ്പ് അസലായിട്ട് വെന്തോളുമല്ലോ. അപ്പോൾ 2 പിടി പരിപ്പിട്ടിട്ട് അതൊക്കെ കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഈ മുരിങ്ങയുടെ ഇല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചധികം നേരം നമ്മൾ മെനക്കെട്ടിരിക്കണമല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ആവുകയും ചെയ്യും, നമുക്ക് മെല്ലെ ഇരുന്ന് മുരിങ്ങയില ഉണ്ടാക്കുകയും ചെയ്യാം. തേങ്ങ അരച്ച കറീനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങയിലയും കൂടെ വേവിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ചെറുള്ളി മൂപ്പിച്ചിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ പച്ചമുളകും കൂടെ കീറിയിടുക. അങ്ങനത്തെ കറിയാണ് കൂടുതലിഷ്ടം. തേങ്ങ അരച്ചിട്ടും വയ്ക്കാറുണ്ട്. ഈ മുരിങ്ങയില ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചെറുതിൽ ഇന്ന കാര്യം കേട്ടോ ഓർമ്മ ഒരു അമ്മ ചെറുതിലൊക്കെ ഇങ്ങനത്തെ കാര്യം നമ്മുടെ ചൂല് ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ ആട്ടുകല്ലിൽ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ലോ, അറിയണം, ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്തൊക്കെ മുരിങ്ങയില ഞാൻ ഉണ്ടാക്കുക ഇങ്ങനെ ഡൂരിയിട്ട് അങ്ങോട്ട് ഇടും. അല്ലാണ്ട് അതിൻ്റെ കോലും ഇതൊന്നും റെഡിയാക്കിയിട്ട് എടുക്കില്ല. ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇലകൾ ആയിട്ട് അതിൻ്റെ കോലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എടുക്കില്ല. എൻ്റെ എളുപ്പപ്പണി ഇങ്ങനെ ഊരും അങ്ങോട്ട് ഇടും. അപ്പോൾ അമ്മ പറയും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി പഠിപ്പിച്ച് തരും. അന്നൊക്കെ എനിക്കിങ്ങനെ മെനക്കെട്ടിരിക്കുക, അന്നും ഇന്നും എനിക്കിങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം മെനക്കെട്ടിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. എനിക്കൊരു ഇരിക്കപ്പുറത്ത് കിട്ടില്ല. ഇങ്ങനെ പിടിപിടുന്ന ഇങ്ങനെ നടന്നുകൊണ്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങയില ഉണ്ടാക്കുക, കൂർക്ക ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീൻ ഉണ്ടാക്കുക, അതൊക്കെ എന്നെ കൊണ്ട് പറ്റാത്തൊരു ടാസ്ക്കാണ്. അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണില്ല എന്നല്ല, ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതൊക്കെ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കി അതിലേക്കുള്ള ഇഞ്ചി അതിലേക്കല്ല മീനിലേക്കും അത് നമ്മുടെ ഉപ്പേരിക്കൊക്കെ ഉള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടു. എന്നിട്ട് അതിലേക്കുള്ള ഉപ്പേരിക്കുള്ളത് ചതച്ച് മാറ്റി വെച്ചു, മീനിലേക്കുള്ളത് ചതച്ച് മാറ്റി വെച്ചു. അതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പരിപ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങയും പരിപ്പും വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തൊരു പച്ചമുളകും കീറി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് അതിൻ്റെ പാട് നോക്കിയിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇന്ന് ഷാജേട്ടൻ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ദിടി പിടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. എന്താ വെച്ചാൽ ആൾ ഇന്ന് വൈകിട്ടാണ് കച്ചവടം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പകൽ മൊത്തം ഇവിടെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ട് ആൾക്ക് പോകുമ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ആൾക്ക് പോകാനാവും. അപ്പോൾ അത് വരെയുള്ള റെസ്റ്റിൽ ആൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. എണീക്കുമ്പോഴേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയും വേണം. മുരിങ്ങയില കെട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക ഒന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിനകത്തേക്ക് നമ്മൾ വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ച് വറുത്തിട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുക. മിക്ക ഉപ്പേരിയും അങ്ങനെ ഉണ്ടാക്കണതാണ് എല്ലാവർക്കും ഇഷ്ടം. അതിൻ്റെ ഇടയിൽ കൂടെ മീനിലേക്കും കൂടെ മസാല കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരുംജീരകവും കൂടെ ചതച്ചത്, കുറച്ച് സുർക്ക, ഉപ്പും കൂടെ ഇട്ടിട്ട് വേപ്പിലും കൂടെ ഇട്ട് പുരട്ടി മാറ്റി വെച്ചു. ഇനി ഇതൊക്കെ ആകുമ്പോഴേക്കും അതിനകത്തേക്ക് നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വെത്തല ഒരുപാടായിട്ട് നമുക്ക് കിട്ടിയിട്ട് ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ നുറുങ്ങ് മീനുകൾ കൊണ്ടുവരരുതേ എന്ന് ഞാൻ ആദ്യം പറയും. എന്താ വെച്ചാൽ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വേണം. അപ്പോഴേക്കും ബാക്കി പണി അവിടെ കിടക്കും. അതുകൊണ്ടാണേ, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടോ തിന്നാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മളിവിടെ വെത്തലെന്നാണ് പറയാം, നെത്തോലിന്നോ അങ്ങനെ പല ഭാഗത്തും പല പേരായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരുപാടായി ഇത് കിട്ടിയിട്ട്. അതൊക്കെ പുരട്ടി മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറുള്ളിയിൽ വെളിച്ചെണ്ണയിലാട്ടോ. നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. ഓയിലും സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല, ഒക്കെ വെളിച്ചെണ്ണയിലാണ് ചെയ്യാറ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറുള്ളിയൊക്കെ മൂപ്പിച്ചു. അതിനകത്തേക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തു കറിക്ക് വേണ്ടിയിട്ട്. ഇനി കറി എരിവില്ലാണ്ടിരിക്കേണ്ട, നമുക്കാണെങ്കിൽ എരിവും പുളിയൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ടെൻഷനില്ല. മുളക് പൊടി എരിവൊക്കെ അത്യാവശ്യം അതിൻ്റെ അപ്പുറം ഇട്ടാലും എല്ലാവരും കഴിച്ചോളും. അതിന് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വാരി കോരിയിടുകയെന്നല്ല, എരിവ് ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വറുത്തിടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഉപ്പേരി വറുത്തിടണം. അപ്പോൾ എന്താക്കുക വെച്ചാൽ നമ്മൾ ഉള്ളി മുളകൊക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ലേശം കടുകിട്ടു എന്നിട്ട് നമ്മൾ ഈ കുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടതൊന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലയും കൂടെ ഇടുക. ഇടിച്ചക്ക ഉപ്പേരി അതിനകത്തിട്ടിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി സെറ്റായി. ഈ ഒരു ഉപ്പേരി മതി കേട്ടോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കഞ്ഞിയും ഇടിച്ചക്ക ഉപ്പേരിയും അച്ചാറും എൻ്റെ അച്ഛൻ്റെ നല്ല ഫേവറേറ്റ് ഫുഡായിരുന്നു കേട്ടോ. അച്ഛയ്ക്ക് നല്ല ഇഷ്ടമാണ് ഈ ചക്ക, പഴുത്ത ചക്ക ആയിക്കോട്ടെ ഇടിച്ചക്ക ഇട്ടോട്ടെ എല്ലാം കേട്ടോ. നമുക്ക് ഈ ഇടിച്ചക്ക ഇതില്ലേ മുതിരിട്ടിട്ട് വെക്കണം കേട്ടോ. പൂജിട്ടിക്ക് ഇവിടെ ഇഷ്ടം. അവളെൻ്റെ അടുത്ത് ഇനി അടുത്തത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എവിടെയെങ്കിലും ഇതേപോലെ ആരെങ്കിലുമൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇത് താത്ത തന്നതാ, അന്ന് അമ്മ വരുമ്പോൾ തന്നതാ, അങ്ങനെ ഓരോരുത്തരും ആണ് നമുക്ക് ചക്കയും മാങ്ങയൊക്കെ തരിക. അല്ലാണ്ട് നമുക്കിവിടെ വാടകയ്ക്ക് നിൽക്കണോടത്ത് അങ്ങനെ ചക്കയും മാങ്ങയൊന്നും കിട്ടാനുമില്ല. നമുക്ക് വേറെ സ്കോപ്പില്ല കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നല്ലെങ്കിൽ അമ്മ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും അയൽവാസികൾ തരിക, അത്ര തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല ചേച്ചി കൊണ്ട് തരാറുണ്ട് അങ്ങനെയും. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മീൻ വറുക്കാനുള്ള പരിപാടിയാണ്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട്
പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് മീനൊക്കെ പെറുക്കിയിട്ടു. ഇനി ഇത് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയൊക്കെ ഒരു വിധം മൊത്തം ഞാൻ പറഞ്ഞല്ലോ അടിച്ചു വാരി കഴിഞ്ഞത്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വാരി തുടച്ചാൽ മതി. ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആ കാര്യം നോക്കണ്ടുള്ളൂ. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഷാജേട്ടൻ പോയി എനിക്കൊരു ഒരു മണിക്കൂർ കഷ്ടി റെസ്റ്റ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി വന്ന അവൻ്റെ ഫുഡ് കൊടുക്കലും പൂജിട്ട് വരും. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അതിൻ്റെ മുന്നേ അടിച്ചു വാരി തുടയ്ക്കൽ, മുറ്റടിച്ചു വാരൽ, പിന്നെ മേല് കഴുകി വിളക്ക് വയ്ക്കണം. പിന്നെ മാവ് എന്തെങ്കിലുമൊക്കെ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അരി ഉഴുന്ന് അരയ്ക്കാണ്ടെങ്കിൽ അതില്ലെങ്കിൽ അപ്പത്തിന് അരച്ച് വെക്കൽ, അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും കിടക്കുകയാണ് കേട്ടോ. ഒരു ട്രിപ്പ് മീൻ ആ പറഞ്ഞ സമയം കൊണ്ടൊക്കെ ആയി. ഇങ്ങനെയൊക്കെ ആവുമായിരുന്നെങ്കിൽ എത്ര നല്ലതല്ലേ. ഒന്നും കൂടെ വെച്ച് ഒന്നും കൂടെ തിരിയുമ്പോഴേക്കും മീനായി. പക്ഷെ നമ്മൾ റിയലായിട്ട് ചെയ്യുമ്പോൾ എന്തോരം പണിയും എത്രത്തോളം സമയം അതിനകത്ത് കിടക്കണുണ്ട് എന്നുള്ളത് അറിയില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലോ എന്ന്. ഇങ്ങനെ 2XL ഇടുന്ന സമയത്ത് ഓരോ പണി ഇങ്ങനെ പിടിപിടിപിടിപിടാന്നിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൊതിയാവും. ഇങ്ങനെ കണ്ട് ചെയ്തിട്ട് കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അതൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് മീൻ വെച്ചിട്ട് ഞാൻ അതൊന്ന് സിമ്മിലിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഉച്ചയായിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. രാവിലത്തെ ചായയൊക്കെ ഒരു കഥയാണ് കേട്ടോ. ഞാൻ 11 മണിയാവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നേ ഒരു ഗ്ലാസ് ചായയിൽ നിൽക്കും. 11 മണിയാവുമ്പോഴും എനിക്ക് കാര്യമായിട്ട് കഴിക്കില്ല രാവിലത്തെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇവിടെ ഒരു മലയോളം പണിയെടുക്കാനുണ്ടാവും. അപ്പോൾ അത് ഉണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ നിൽക്കാറില്ല. എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡാട്ടോ കാര്യമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് അസലായിട്ട് ഞാൻ ചോറുണ്ണും. എനിക്ക് ചോറാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ കാര്യമായിട്ട് കഴിക്കും. രാത്രിയും തന്നെ കഴിപ്പ് കുറവാണ്. അപ്പോഴെങ്കിലും കഴിച്ചാലായി. രാത്രിത്തെ കാര്യവും ഹതാഹുതയാണ്. അപ്പോൾ നമ്മുടെ ചോറും വെത്തൾ വറുത്തതും ഇടിച്ചക്കപ്പേരിയും നമ്മുടെ ഒരു കഷ്ണം നാരങ്ങച്ചാറും പരിപ്പും മുരിങ്ങയും കൂടെ കറിയൊക്കെ കൂടെ എടുത്തിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. ഷാജേട്ടൻ ഉറങ്ങുക. നീട്ടിയിട്ട് ഫുഡ് കഴിക്കുള്ളൂ. ആളെപ്പോഴാണ് നീക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. എന്നുവെച്ചാൽ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും പല സമയത്തല്ലേ. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ആ സമയത്തെടുത്ത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.